നമ്മുടെ കേളിച്ചിറയത്തെ വികാസിൻ്റെ ജിമ്മാണ്, ജിംനേഷ്യം. അദ്ദേഹത്തിൻ്റെ 2 ജിമ്മുണ്ട്, ഒന്ന് മീനങ്ങാടിയും ഒന്ന് ഇവിടെ. അപ്പോൾ ഈ ജിമ്മിനെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക, അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുക. ഇപ്പോൾ നമുക്കറിയാം, ജീവിതശൈലി രോഗങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒത്തിരി പേര് ജിംനേഷ്യത്തിലും അതേപോലെ മറ്റ് വ്യായാമം, അതായത് കരാട്ടെ, പിന്നെ യോഗ ഒക്കെ ചെയ്യുന്നുണ്ട്. ജിംനേഷ്യത്തിലിപ്പോൾ സ്ത്രീകളൊക്കെ ഒരുപാട് കടന്നു വരുന്നു. പല സ്ഥലത്തും വ്യാപകമായിട്ട് ജിംനേഷ്യത്തിൽ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 3 കളികളാണുള്ളത്. അതായത് ഒന്ന് നമുക്ക് കാലിൻ്റെ കളി, സ്ക്വാട്ട്, പിന്നെ ഒന്ന് പ്രസ്, പിന്നെ ഒന്ന് വിങ്സ്, അങ്ങനെ 3 കളികളാണുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന മെഷീൻ എന്ന് പറയുന്നത് പ്രസ്സിൻ്റെ മെഷീനാണ്. അതിൻ്റെ 3 കളികൾ വരുന്ന മെഷീനറീസാണ്. പാലയ്ക്ക് തല തൂങ്ങി കിടന്നുകൊണ്ടുള്ള ഒരു മെഷീനറീസ്, അതുപോലെ പൊന്തി നിന്നുകൊണ്ടുള്ള ഒരു മെഷീനറീസ്. അങ്ങനെ 3 ടൈപ്പ് മെഷീനറീസാണ് ഈ ജിമ്മിൻ്റെ ചെസ്റ്റിൻ്റെ കളിക്ക് ഉപയോഗിക്കുന്നത്. അതിനുശേഷം വിങ്സിൻ്റെ കളികൾ ഉപയോഗിക്കുന്ന മെഷീനറീസാണ് വിങ്സിൻ്റെ കളികൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതെല്ലാം വിങ്സിൻ്റെ വിങ്സ്, അതായത് നമ്മുടെ ഈ ഭാഗമാണ് വിങ്സ് എന്ന് പറയുന്ന ഭാഗം. അത് കളികൾ. പിന്നെ 3ാമത് വരുന്നത് സ്ക്വാട്ട്, കാലിൻ്റെ കളികളുള്ള പ്രസ്സിൻ്റെ കളികളാണ് ഈ മെഷീനറീസ്. അതുപോലെ ആ കാണുന്ന മെഷീനറീസ്. പിന്നെ ഇതിനകത്തുള്ള ഈ മെഷീനറീസ് എല്ലാം ഇതെല്ലാം കാലിൻ്റെ കളികളാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ പ്രസ് അടിക്കുന്ന ഒന്ന് കാണിച്ചു തരാം. പ്രസ് ചെസ്റ്റിൻ്റെ കളിയാണ്. ഇത് 10 കിലോയുടെ ഒരു ലിഫ്റ്റാണ്. ഇപ്പോൾ ഇത് 20, 40 ബാറടക്കം 50 കിലോ, ഏകദേശം 50 കിലോ വെയിറ്റുണ്ട്. ഈ വെയിറ്റ് അടിക്കുമ്പോൾ നമ്മൾ പുറകിൽ ആളെ നിർത്തണം. കാരണം അപകടമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇന്നിപ്പം ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായതുകൊണ്ട് ഇത് മറ്റു കുട്ടികളൊന്നും വരാത്തൊരു സമയമാണ്. കാരണം നല്ല വെളിച്ചമുള്ള സമയമാണ്. കുറച്ച് കഴിയുമ്പോൾ ഇരുട്ടാവും. അത് ഇരുട്ടാവുമ്പോൾ ലൈറ്റിൽ ചെറിയ വെളിച്ചം കാണും. നമുക്കിത് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് പകലെടുക്കുന്നത്. അപ്പോൾ മറ്റു കുട്ടികളൊന്നുമില്ല, ഞാൻ സ്വന്തമായിട്ടാണ് ശ്രമിച്ചു നോക്കുക. കളിക്കുന്നുണ്ട്, ആ സബ് കളിയാണ്. സബ് കളി ജസ്റ്റില്ല. കളിയാണ്.
നേരെ പിടിച്ചു. ഇത് നമ്മളെ കൈതട്ടി ഭാഗത്തുള്ള ഒരു കളിയാണ്. നമ്മുടെ വിങ്സ് ഈ ഭാഗം വികസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിങ്സ് വികസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കളി. ഏകദേശം ഒരെണ്ണം 5 കിലോ വെച്ചിട്ടുണ്ട്. ഏകദേശം 50-60 കിലോയുടെ അടുത്ത് വെയിറ്റുണ്ട്. 60 കിലോ വെയിറ്റ്. ഇത് സ്കോട്ടിൻ്റെ കളിയാണ്, കാലിൽ ഓടിക്കുന്ന കളി. ക്ലബ്ബ് കളികളുണ്ട്, ഒരുപാട് കളികളുണ്ട്. എന്താ ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇങ്ങനെ മെയിനായിട്ടുള്ള കളികളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊക്കെ എന്താ പറയുക, നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള ജിംനേഷ്യത്തിലും അങ്ങനെയുള്ള കായിക ഇനങ്ങളിലൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. കാരണം നമ്മളെ കുട്ടികളൊക്കെ വഴിതെറ്റിപ്പോവുക, അത് മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അങ്ങോട്ടെല്ലാം പോകാൻ ചാൻസ് കൂടുതലുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജിംനേഷ്യത്തിലും കരാട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകുമ്പോഴേക്കും കുട്ടികൾ ഒരിക്കലും വഴിതെറ്റി പോകില്ല. നമ്മുടെ കുട്ടികളെയൊക്കെ ഇതുപോലുള്ള വ്യായാമശീലങ്ങളിലേക്ക് വിടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ സെറ്റ് ചെയ്തത്. 60 കിലോ മുകളിൽ വെയിറ്റ് വരുന്നതാണ് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സാധനത്തിലൊക്കെ നമ്മൾ പഞ്ച് ചെയ്ത് കിക്ക് ചെയ്തൊക്കെ നമ്മൾ പഠിക്കണം. ഒരു കിക്ക് വേണം.
പുഷപ്പിനൊക്കെ വേണ്ടിയിട്ടുള്ള ബോക്സാണ്. തുടങ്ങുമ്പോഴേക്ക് ചെയ്യേണ്ട ഒരു പുഷപ്പാണ്. അപ്പോൾ ഒത്തിരി എടുക്കണ്ട, ചെറിയ ഒരുപാട് നമുക്ക് വരുന്ന തുടക്കക്കാർക്കുള്ള കളികൾ. ആണോ? ആ നമ്മൾ പ്രസ് ചെയ്യുന്നില്ല, ആദ്യം ആ പ്രസ്സിന് പകരമുണ്ട്. ഇത്രയുള്ള ആ ചെയ്തോളൂ. ആ വയർ എല്ലാം കുറയ്ക്കാൻ വേണ്ടി വയറിൻ്റെ മസിൽസ് ഉണ്ടാവുന്നു.
നിങ്ങൾ പരപ്പനങ്ങാടി. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ജിംനേഷ്യത്തിൽ കളിക്കുന്നതാണ്. നമ്മൾ ഈ മസിൽ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കളിക്കുന്നതല്ല, ഒരു വ്യായാമം എന്ന രീതിയിൽ ഈ ജിംനേഷ്യത്തിൽ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കറിയാം ഒരുപാട് സ്ത്രീകളും കുട്ടികളും പ്രായമായവരൊക്കെ ജിംനേഷ്യത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വരാതിരിക്കുന്നതിന് വേണ്ടി ഈ ജിംനേഷ്യം അല്ലെങ്കിൽ കരാട്ടെ അല്ലെങ്കിൽ യോഗ ഒക്കെ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണിത്. കാരണം നമ്മളാരും പഴയ പോലെ നടക്കുന്നില്ല, പിന്നെ തൂമ്പ പിടിച്ച് കളിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തേക്ക് പെട്ടെന്ന് രോഗങ്ങൾ, കൊഴുപ്പെല്ലാം പെട്ടെന്ന് കടന്നു വരികയും പെട്ടെന്ന് പിന്നെ അറ്റാക്ക്, പിന്നെ ഷുഗർ ഒക്കെ വരികയും ചെയ്യും. അപ്പോൾ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ ചെയ്യണം. എനിക്കിപ്പോൾ 56 വയസ്സിലേക്ക് ഞാൻ ഈ ഫെബ്രുവരിയിൽ പ്രവേശിക്കുകയാണ്. പക്ഷേ എനിക്ക് ഒരു അസുഖങ്ങളുമില്ല. കാരണം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെയുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്തു വരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് മറ്റുള്ള ഒരു അസുഖങ്ങളുമില്ല. ഏത് ഭക്ഷണം കഴിക്കാം. നമുക്ക് കുറേ സ്വത്തോ ധനമോ എന്തുണ്ടായിട്ടുള്ള കാര്യം, നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ നമുക്കിങ്ങനെ വ്യായാമങ്ങളൊക്കെ എല്ലാവരും ചെയ്യണം. ജിംനേഷ്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് യൂട്യൂബിലൊക്കെ നോക്കി വർക്കൗട്ട്, സ്വന്തമായിട്ടുള്ള വ്യായാമങ്ങൾ രാവിലെ എണീച്ച് ചെയ്യുക, അല്ലെങ്കിൽ കുറേ ദൂരം ഒരു ദിവസം ഒരു 2 കിലോമീറ്റർ നടക്കുക, അല്ലെങ്കിൽ ഓടുക, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ കരാട്ടയൊക്കെ ചെറുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം നമ്മുടെ കുട്ടികളൊക്കെ ഈ തെറ്റായ ശീലങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യത കൂടുതലാണ്. മദ്യം, മയക്കുമരുന്ന്. അപ്പോൾ ഞാൻ ഇത്രയും കാലത്തിൽ എൻ്റെ അനുഭവത്തിൽ വെച്ച് കണ്ടിടത്തോളം ഇങ്ങനെ ഈ ജിംനേഷ്യത്തിലും കരാട്ടയിലൊക്കെ വരുന്ന കുട്ടികൾ ഒന്നും മറ്റുള്ള ദുശീലങ്ങളിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടില്ല. അവർ ഈ പിന്നെ നല്ലോണം വ്യായാമം ചെയ്ത് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം ആക്കി തീർക്കുകയാണ്. നമ്മുടെ ആത്മീയ ശരീരം പോലെ തന്നെ നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം കൂടി ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് പിന്നെ അകാല മരണം, അതായത് നമ്മളൊരു 80 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കും. ഇപ്പോൾ ആ 80 വയസ്സൊക്കെ ജീവിച്ചിരിക്കാൻ നമുക്ക് കഴിയാതെ വരും. ചിലപ്പോൾ സ്ട്രോക്കായിട്ട് വരും, അല്ലെങ്കിൽ ഷുഗർ കൂടി, അങ്ങനെ കിഡ്നി പോയി, അങ്ങനെയൊക്കെ കംപ്ലൈൻറ്റ് വരാം. അപ്പോൾ ചെറുപ്പം തൊട്ടേ വ്യായാമങ്ങൾ ശീലിക്കുക, നമ്മുടെ ശരീരം എപ്പോഴും ഫിറ്റായിരിക്കുക, നല്ല ഫ്രഷായിരിക്കുക. അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിന് അനിവാര്യമാണ്. ഒത്തിരി പേരൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. നമുക്കറിയാം രാവിലെ 5 മണിക്ക് നടക്കാനിറങ്ങുന്ന ഒത്തിരി പേരുണ്ട്, പ്രായമായവരുണ്ട്. സ്ട്രോക്ക് വന്നിട്ട് നമുക്ക് നടക്കാൻ പോയിട്ട് കാര്യമുണ്ടോ? ഞാനിന്നാൾ ജോലിക്ക് പോകുമ്പോൾ ഒരു 6 മണിയായപ്പോൾ സ്ട്രോക്ക് വന്ന ഒരാൾ വടി കുത്തി വിറച്ച് ഇങ്ങനെ പോകുന്നതാണ്. ഫിസിക്കലായിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷേ അയാൾക്ക് അതുപോലും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യമൊക്കെ പോക്കാണ്. അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലേക്ക് ഈ വ്യായാമം ചെയ്യുമ്പോൾ നമ്മളുടെ തലച്ചോറ്, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തഓട്ടം ഉണ്ടാവുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ രക്തോട്ടം കുറഞ്ഞ് അവിടെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ഇളകായിരിക്കും. ഇപ്പോൾ നടക്കുന്നതിനേക്കാൾ ഒരു യോഗയിലോ അല്ലെങ്കിൽ കരാട്ടയോ അല്ലെങ്കിൽ ജിംനേഷ്യത്തിലൊക്കെ വന്നു കഴിയുമ്പോഴേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ ഇളകുകയാണ് ചെയ്യുക. ജോയിൻറ്റുകളെല്ലാം ഇളകും. അപ്പോൾ ഈ ജോയിൻറ്റുകളെല്ലാം ഇളകും തോറും നമുക്ക് അവിടെ രക്തോട്ടം കൂടും, നമ്മുടെ തലച്ചോറിലേക്ക് രക്തോട്ടം കൂടി വരും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ കാലത്തിന് അനിവാര്യമാണ്. വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവർക്കും മടിയാണ്. രാവിലെ എണീക്കാൻ മടി, വൈകുന്നേരം ഇതിലേക്ക് വർക്കൗട്ടൊക്കെ ചെയ്യാൻ പോകാൻ മടി. അങ്ങനെയുള്ള മടികളൊക്കെ മാറ്റി വെക്കണം. അതായത് നിർബന്ധപൂർവ്വം ഈ പിന്നെ വ്യായാമ മുറകളെല്ലാം ചെയ്യണം. അതിനിപ്പോൾ പലരും മടി കാണിക്കുകയാണ്. മടി കാണിക്കുന്നതോറും ഇതിലേക്ക് വരാൻ നമുക്ക് സാധിക്കുക. ഇപ്പോൾ പ്രായമുള്ള ഒത്തിരി പേര് ഈ ജിംനേഷ്യത്തിൽ വന്നു പോയിട്ടുണ്ട്. എനിക്ക് നല്ല പരിചയമുണ്ട്. പിന്നെ അങ്ങനെയുള്ളവരൊക്കെ വന്ന് ഇവിടെ വളരെ ബുദ്ധിമുട്ടിയാണ് അവർ വരുന്നത്. കാരണം മുട്ടിന് വേദനയൊക്കെ ഉണ്ടാവും. പക്ഷേ ആ വേദനയൊക്കെ അവഗണിച്ച് ചെറിയ ലഘു വ്യായാമങ്ങളൊക്കെ ചെയ്യുന്ന ഒത്തിരി പ്രായമുള്ളവരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ്. നമുക്ക് മടി പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മടി ഒഴിവാക്കണം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് നിർബന്ധപൂർവ്വം ചെയ്യാൻ കഴിയൂ.